കിരൺ, ഈ തേവരയിൽ നിന്നാണ് ഈ റോഡ് ഷോ മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടെ ഇപ്പോൾ മുതൽ തന്നെ ജിജീഷ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ ഇരുവശത്തും ജനങ്ങൾ തമ്പടിച്ച് നിൽക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. അവരൊക്കെ തന്നെ വലിയൊരു ആവേശത്തിലാണ്. ഈ തേവരയിലെ കാഴ്ചകൾ എങ്ങനെയാണ്? രജനി, കഴിഞ്ഞ വർഷമാണ് യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുകയും പിന്നീട് അദ്ദേഹം തേവരയിൽ റോഡ് ഷോ നടത്തുകയും ചെയ്തത്. അന്ന് വലിയ ഒരു ആവേശം തന്നെയായിരുന്നു പ്രവർത്തകർക്കിടയിൽ നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അന്ന് അദ്ദേഹം തുറന്ന ജീപ്പിൽ റോഡ് ഷോ നടത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് സുരക്ഷാ ഏജൻസികളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം റോഡിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ നിന്നിറങ്ങി 1.5 കിലോമീറ്ററിലധികം ദൂരം അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇങ്ങനെ എല്ലാവരെയും തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു കഴിഞ്ഞ തവണ കൊച്ചിയിൽ നടന്നത്. ഏതായാലും ഇത്തവണയും ഈ റോഡ് ഷോയിൽ വലിയ ഒരു ട്വിസ്റ്റുകൾ ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തേവരയിലാണ്. തേവരയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ്, അതായത് കൊച്ചിയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരവ് കാണാൻ സാധിക്കുക. കാര്യം അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു. അതിന് പിന്നീട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൊച്ചിയിൽ നാവികസേനയുടെ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് എത്തുന്നത്. പിന്നീടാണ് അദ്ദേഹം റോഡിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ പോകുന്നത്, ഈ റോഡ് മാർഗമുള്ള യാത്ര ആരംഭിക്കുന്നത്. ഏതായാലും ഈ തേവര സമീപം, അതായത് തേവര പാലത്തിന്റെ അപ്പുറത്തെ ഭാഗത്താണ് നേവൽ ബേസ്. അവിടെ നിന്നും വന്നു കഴിഞ്ഞാൽ ഈ വാഹന വ്യൂഹം പിന്നീട് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ വഴിയിലൂടെയാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നത് കൊണ്ട് വലിയൊരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് തേവര മുതൽ ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസ്, മേനക ഹൈക്കോടതി ഭാഗം വരെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും പ്രധാനമന്ത്രി വരാൻ ഏകദേശം 3 മണിക്കൂറുകളോളം ബാക്കിയുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ പഴുതടച്ച സുരക്ഷ അതൊരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോഴും പോലീസും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പല ഭാഗങ്ങളിലും പോലീസ് സേനയിലെ സംഘങ്ങളെല്ലാം തന്നെ പല മേഖലകളിലായി തിരിഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ പരിശോധന തുടരുന്ന തന്നെ കാഴ്ചയാണ് കാണുന്നത്. കൂടാതെ ഓരോ സ്ഥലങ്ങളിലും ഒന്നിടവിട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു സുരക്ഷ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു സുരക്ഷാ വിലയിരുത്തലുകൾ ഇന്നലെ SPGയുടെ ഭാഗത്തു നിന്നും കൊച്ചിയിലുണ്ടായിരുന്നു. SPG ഈ റോഡ് ഷോ നടക്കുന്ന പ്രദേശത്തോടുകൂടി റോഡ് ഷോയുടെ അതേ മാതൃകയിൽ ഒരു ട്രയൽ റൺ നടത്തിക്കൊണ്ടാണ് ഇന്നലെ SPG അവസാന വട്ടത്തിൽ അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണം കൊച്ചിയിൽ ആരംഭിക്കും. നിലവിലിപ്പോൾ ഭാഗികമായിട്ടുള്ള നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട്. തേവര വഴി തേവരയിലും മറ്റൊന്ന് ഹൈക്കോടതി ഭാഗത്തും, അതായത് പശ്ചിമ കൊച്ചിയിലേക്ക് പോകുന്ന ഒരു അവസാന പോയിന്റ് എന്ന രീതിയിൽ തേവരയിലും ഒപ്പം തന്നെ കൊച്ചിയിലേക്ക് കടന്നു വരുന്ന രീതിയിലാണെങ്കിൽ ഹൈക്കോടതിന്റെ ഭാഗത്തും ഈ ഭാഗങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്ന് മറ്റു വഴികളിലൂടെ വാഹനങ്ങൾ തിരിഞ്ഞു പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പശ്ചിമ കൊച്ചിയിലേക്ക് എത്തേണ്ട വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും ഐലൻഡ് വഴി അതിലുള്ള കണ്ടെയ്നർ റോഡ് വഴിയാണ് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പശ്ചിമ കൊച്ചിയിൽ നിന്ന് എറണാകുളം നഗരത്തിലേക്ക് പോകുന്ന വണ്ടികളും ഇതേ വഴിയിലൂടെ, അതായത് തേവരയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് ഐലൻഡ് റോഡിലൂടെ എറണാകുളത്തേക്ക് കടക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിലിപ്പോൾ വലിയൊരു നിയന്ത്രണത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും ഭാഗികമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള വാഹന നിയന്ത്രണം ഏർപ്പെടുത്തും. 4:15 ഈ റോഡ് ഷോ പോകുന്ന KPCC ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള റോഡിൽ പൂർണ്ണമായിട്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ റോഡിലേക്ക് കടക്കുന്ന ചെറിയ വഴികളടക്കം. ശരി, എന്തായാലും പ്രധാനമന്ത്രി വരുന്ന വീതികളിലെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണം, പഴുതടച്ച സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. രേഷ്മ ബാബു കൂടി ചേരുന്നുണ്ട്. രേഷ്മ, രാവിലെ മുതൽ തന്നെ വലിയ ആവേശത്തിലൊക്കെ തന്നെയാണ് ജനങ്ങൾ. നേരത്തെ ഈ റോഡ് ഷോ ആരംഭിക്കുന്ന ഈ DCC ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരുപാട് ജനങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ ഒന്ന് കണ്ടാൽ മതി. ഈ നമ്മൾ തൃശ്ശൂരിലൊരു ആവേശം കണ്ടിട്ടുണ്ടായിരുന്നു, ജനലക്ഷങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലും കൂടുതൽ ആളുകൾ കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പല BJP പ്രവർത്തകരടക്കം നമ്മളോട് പറഞ്ഞത്. അതുതന്നെ ആയിരിക്കില്ല ഇന്ന് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത്.
രജനി പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാന സേവകനെ ആനയിക്കാനായിട്ട് കൊച്ചി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് കൊച്ചി നഗരത്തിൽ എമ്പാടും ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം, അതായത് റോഡ് ഷോ കടന്നു പോകുന്ന രണ്ടാമത്തെ പോയിന്റിലാണ്. ഈ റോഡ് ഷോ ആരംഭിക്കുന്നത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിൽ നിന്നാണ്. വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുന്ന പ്രധാനമന്ത്രി നേരെ എത്തുന്നത് റോഡ് മാർഗം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ്. ആ റോഡ് ഷോ അവിടെ നിന്ന് ആരംഭിച്ചതിന് ശേഷം നേരെയുള്ള റോഡിൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിഷ മനോഹർ, നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള നിഷ മനോഹർ നിൽക്കുന്ന ഹോസ്പിറ്റൽ ജംഗ്ഷനിലേക്ക് എത്തും. അതിനുശേഷം ഞാനീ നിൽക്കുന്ന ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള 4 ജംഗ്ഷൻ കൂടിയിട്ടുള്ള ഇടമാണ്. ഇതിലെ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നു പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജംഗ്ഷനുകളിൽ ഈ ബാരിക്കേഡുകൾ, നമുക്ക് ഈ ഇരുവശത്തും വെച്ചിട്ടുള്ള ബാരിക്കേഡുകൾ പോലീസ് ഈ റോഡുകളിൽ നിരത്തും. പൂർണ്ണമായിട്ടും തന്നെ 4 മണിയോടുകൂടി പൂർണ്ണമായിട്ടും ഈ ഭാഗത്തെ ഗതാഗതം നിരോധിക്കുകയും ചെയ്യും. ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മേനക വരെയുള്ള റോഡുകളിൽ ഗതാഗതം പൂർണ്ണമായിട്ട് 4 മണിക്ക് ശേഷം നിരോധിക്കും. ഒപ്പം തന്നെ ഓരോ ഇടങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ സുസജ്ജമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. റോഡ് ഷോ കടന്നു പോകുന്ന 200 മീറ്റർ ചുറ്റളവിൽ എല്ലാം 5 പോലീസുകാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന പോയിന്റുകളായിട്ടുള്ള ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ജംഗ്ഷൻ, ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ, ഒപ്പം തന്നെ പാർക്ക് അവന്യൂ റോഡ് ജംഗ്ഷൻ, ഇവിടങ്ങളിലൊക്കെ തന്നെ മേൽനോട്ട ചുമതല മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ഓരോ ഇടങ്ങളിലും SPGയുടെ മേൽനോട്ടത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജനസേവകൻ കൊച്ചി നഗരത്തിൽ കാലുകുത്തുന്ന വേളയിൽ തന്നെ ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഭാഗം 2 ഇടങ്ങളും ജനനിബിഡമായി മാറും. ജനങ്ങൾ, അതായത് മോദിയെ ആരാധിക്കുന്നവരും BJP പ്രവർത്തകരും കൊണ്ട് ഈ റോഡുകളൊക്കെ തന്നെ നിറയും ചെയ്യും. BJPയുടെ മുതിർന്ന ആളുകളൊക്കെ തന്നെ, മുതിർന്ന പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ആഴ്ചകളായിട്ട് ഈ മോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ നേതാക്കന്മാരും വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം അടക്കമുള്ള സമീപ ജില്ലകളിലെ പ്രവർത്തകരും ജില്ലാ നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ തങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന പോയിന്റുകളിലൊക്കെ ഈ BJP നേതാക്കളുടെ വലിയൊരു മേൽനോട്ടവും നിരീക്ഷണവും ഒക്കെ തന്നെയുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് BJPയുടെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചേട്ടനാണ്. അവരോട് തന്നെ ചോദിക്കാം എത്രത്തോളം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ. മോദി അതായത് ഈ മാസം തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തുന്നു. രണ്ടാമത്തെ കേരള സന്ദർശനം, ഈ മാസത്തെ 2ാമത്തെ കേരള സന്ദർശനം വലിയ ആവശ്യത്തോടു കൂടി കൊച്ചി ജനത കാണുന്നുണ്ട്. പ്രവർത്തകർ എത്രത്തോളം ആഹ്ലാദഭരിതമാണ്? പ്രവർത്തകർ വളരെ ആഹ്ലാദഭരിതരാണ്. ഏകദേശം ഒരു 6 മണിയോടുകൂടി മാത്രമേ റോഡ് ഷോ ആരംഭിക്കത്തുള്ളൂ. എന്നാൽ ഒരു 2 മണി തൊട്ട് തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ഉള്ള ഒരു വലിയ ജനസഞ്ചയം ഇവിടെ ഇന്ന് എത്തിച്ചേരും. കേരളത്തിൽ പൊതുവെ വലിയ മാറ്റമാണ് കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. വളരെ അനുകൂലമായ, വളരെ പോസിറ്റീവായ ഒരു കാലാവസ്ഥയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത്. പ്രധാനമന്ത്രി കേരളത്തെ കാണുന്നത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ മലയാളികൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി, ഒപ്പം തന്നെ വളരെ അഭിമാനകരമായിട്ടാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഒരു സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം. ക്രമീകരണങ്ങൾ നിലവിൽ BJPയുടെ ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ സൗകര്യങ്ങളും ഒക്കെ തന്നെ മറ്റ് പ്രവർത്തകരെ കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. ആ ക്രമീകരണങ്ങളൊക്കെ ഏത് വിധത്തിൽ എത്തിയിട്ടുണ്ട്? നമ്മൾ 4 ജില്ലകളാണ് പ്രധാനമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ 4 ജില്ലകളിലും ബസ്സിൻ്റെ കാര്യത്തിലായാലും മറ്റ് വാഹന സൗകര്യങ്ങളുടെ കാര്യത്തിലും വ്യക്തമായ ഏർപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ എത്തിച്ചേരുന്ന പ്രവർത്തകർക്ക്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് കുടിവെള്ളം, മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ BJP ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി എല്ലാവിധം വഴിതടച്ചുള്ള ഒരു ക്രമീകരണമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രജനി, പഴുതടച്ചിട്ടുള്ള ക്രമീകരണം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉള്ളതുപോലെ തന്നെ പഴുതടച്ചിട്ടുള്ള എല്ലാ ആവേശവും ഉള്ള അല്ലെങ്കിൽ പ്രവർത്തകരെ എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ സുസജ്ജമായി ഒരുങ്ങിക്കഴിഞ്ഞു. പുഷ്പവൃഷ്ടിയോടുകൂടി രാജ്യത്തിന്റെ പ്രധാന സേവകനെ കൊച്ചി നഗരം ആനയിക്കും. ഒപ്പം തന്നെ ഈ ഇരുവശങ്ങളിലും പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ BJP നിശ്ചയിച്ചിട്ടുള്ള 500 ബസ്സുകളിൽ, 500 വാഹനങ്ങളിൽ പ്രവർത്തകർ ഈ റോഡ് ഷോ നടക്കുന്ന വീതികളിലേക്കും എത്തും. അതുകൊണ്ട് അല്പം മണിക്കൂറുകൾ, അതായത് ഏകദേശം ഒരു 5 മണിയോടുകൂടി ഇരു ഭാഗങ്ങളിലും പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കും. നിലവിൽ രേഷ്മ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വാഹനങ്ങളൊക്കെ തന്നെ പോകുന്ന കാണാം. ഇവിടെ എപ്പോഴായിരിക്കും ഈ ഗതാഗത നിയന്ത്രണമൊക്കെ തന്നെ ഏർപ്പെടുകയും? രജനി, നേരത്തെ
നേരത്തെ പോലീസ് അറിയിച്ചത് 2 മണിയോട് കൂടി ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഇടങ്ങളിൽ പ്രധാന പോയിന്റുകളിൽ വാഹന നിയന്ത്രണം പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ അത് പിന്നീട് സമയം കുറച്ചുകൂടെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ബാരിക്കേഡുകൾ വയ്ക്കുന്ന ഒരു നടപടിക്രമത്തിലേക്കാണ് പോലീസ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോറികളിലൊക്കെ തന്നെ ബാരിക്കേഡുകൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ബാരിക്കേഡുകൾ വെച്ച് ഈ ജംഗ്ഷനിലെ ആ റോഡ് അടയ്ക്കാനുള്ള നടപടിക്രമങ്ങളിലാണ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ റോഡ് ഷോ കടന്നു പോകുന്ന പ്രധാന പോയിന്റുകളിൽ ഒന്നായിട്ടുള്ള ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ജംഗ്ഷൻ, അവിടെ 4 കൂടി ആ ജംഗ്ഷൻ ബാരിക്കേഡുകൾ കൊണ്ട് അടയ്ക്കും. ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിക്കുകയും ചെയ്യും. എന്തായാലും പ്രധാന സേവകൻ ഏകദേശം 6 മണിക്ക് ശേഷമായിരിക്കും എത്തുക. അതിനുശേഷം അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ വലിയ രീതിയിലുള്ള കർശന പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെയായിരിക്കും ആളുകളെ കടത്തിവിടുക. ഒപ്പം ഈ ഇനി ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് സുധീഷ് ഗോപാൽ കൂടി ചേരുന്നുണ്ട്. സുധീഷ്, 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഇന്നത്തെ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം വിശ്രമിക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ്. നേരത്തെ സുധീഷ് റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് അദ്ദേഹം കേരളത്തിനോട് ഒപ്പം ജീവിക്കുന്നു. കാരണം കേരളീയ ഭക്ഷണമടക്കമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയായിരിക്കാം ഗസ്റ്റ് ഹൗസിൻ്റെ അകത്ത് സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പുറത്ത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ്? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുമ്പിലുള്ള PWD റെസ്റ്റ് ഹൗസിന് മുന്നിലാണ്. ഇവിടെ പോലീസ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വൈകിട്ടൊരു 6 മണിയോടുകൂടി പൂർണ്ണമായും ഇതിനു മുന്നിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കും. അതോടൊപ്പം തന്നെ കാൽനട യാത്ര പോലും അനുവദിക്കില്ല. ആ രീതിയിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് സുരക്ഷയുടെ ഭാഗമായി ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ 3 വശങ്ങളിലും റോഡുകളാണ്. ആ റോഡുകളിലൊന്നും തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ഒന്നും തന്നെ അനുവദിക്കുകയില്ല. ഈ സമീപത്തെ കടകൾക്കും വൈകിട്ട് പ്രധാനമന്ത്രി എത്തുന്ന ആ സമയത്ത് ആ കടകളുടെ പ്രവർത്തനത്തിനും നിയന്ത്രണം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് വിശ്രമിക്കുന്ന കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണങ്ങൾ, അത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കൂടിയുള്ള ഭക്ഷണങ്ങളാണ് ഒരുക്കുന്നത്. പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഒരുക്കുന്നത്. അതിൽ തന്നെ അവിയൽ, സാമ്പാർ, ഓലൻ, കാളൻ അടക്കമുള്ള, മെഴുക്കുവരട്ടി അടക്കമുള്ള, കിച്ചടി അടക്കമുള്ള അത്തരം സാധാരണ നാടൻ നമ്മുടെ കേരളീയ ഭക്ഷണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കുത്തരി ചോറടക്കം, ഗോതമ്പ് പായസം അടക്കം ഒരുക്കാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം കേരള പൊറോട്ടയും അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ പുലർച്ചെ തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെടുമെങ്കിലും അതിനു മുമ്പും ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുട്ട്, കടലക്കറി, ഏത്തയ്ക്ക പുഴുങ്ങിയതടക്കമുള്ള നാടൻ വിഭവങ്ങൾ, അതോടൊപ്പം തന്നെ ദോശയും നാടൻ ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയും, അതോടൊപ്പം തന്നെ ഉഴുന്ന് പൊടി ചമ്മന്തി അടക്കമുള്ള ഭക്ഷണങ്ങളാണ് ഒരുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇത് ഒരു വെൽക്കം ഡ്രിങ്ക്, അദ്ദേഹത്തെ ഭക്ഷണശാലയിലേക്ക് സ്വീകരിക്കുന്നത് ഇളനീര് നൽകിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ നാരങ്ങാ വെള്ളം അടക്കമുള്ള മറ്റു പാനീയങ്ങളുമുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹത്തിനുള്ള ഭക്ഷണങ്ങളെല്ലാം ഒരുക്കുന്നത്. എന്നാലും അദ്ദേഹത്തോടൊപ്പം വരുന്നവർക്ക് മറ്റ് മാംസാഹാരം അടക്കമുള്ളവയും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് ഭക്ഷണക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഗസ്റ്റ് ഹൗസിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് സന്തോഷം തോന്നുന്നു, നിരവധി പ്രമുഖർ വന്ന് താമസിച്ച് മടങ്ങിയിട്ടുള്ള ഗസ്റ്റ് ഹൗസാണ് കൊച്ചിയിലേത്. എന്നാൽ അവിടുത്തെ ജീവനക്കാർ ഓരോരുത്തരും പറയുന്നത് ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് ഭക്ഷണം ഒരുക്കാൻ ലഭിച്ച ഒരു ഭാഗ്യം, അവർക്ക് ആതിഥ്യമരുളാൻ, പ്രധാനമന്ത്രിക്ക് ആതിഥ്യമരുളാൻ ലഭിച്ച ഒരു ഭാഗ്യം, അത് ജീവിതത്തിലെ അപൂർവ ഒരു സൗഭാഗ്യമായി തന്നെയാണ് അവർ കാണുന്നത്. ഈ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നാകെ ആ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുക. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം കൊച്ചിയിലേക്ക് പറന്ന് ഇറങ്ങാനായിട്ട്. അതിനുശേഷം വിപുലമായ റോഡ് ഷോ, 1.5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.